തൊപ്പിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ലഹരി കച്ചവടം നടന്നു എന്ന് പറയുന്നത് തൊപ്പിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് മനസ്സിലാക്കി എനിക്ക് ഇത് കാണിക്കാണ്ട് വേറെ വയ്യില്ല. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട വരും. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. പ്രഥമ ദൃഷ്ടിയാൽ NDPS ആക്ടും മയക്കുമരുന്ന് ആക്ടും അതോടൊപ്പം തന്നെ പോക്സോ ആക്ടും നിൽക്കുന്ന തെറ്റുകൾ, ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പോക്സോ ആക്ടിൽ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം. ഇനി ആര് കൊടുത്തില്ലെങ്കിലും ഞാൻ പരാതി കൊടുക്കും. നീ വിഷമിക്കണ്ട മഹാദേവ, 24 മണിക്കൂറിനകം പുഷ്പം പോലെ നിന്നെ ഞാൻ ഇറക്കി തരാം. നീ വണ്ടി കയറണോ? അല്ല, ഞാനും കയറണോ? പോലീസ് സേനയുടെ നേതൃത്വത്തിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ വേരറക്കാൻ ആവശ്യമായ നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്? ഞാനും സുശീലയുമായി തൂഫാന്റെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുക. ഭർത്താവെ, നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്? എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ മയക്കുമരുന്ന് കണ്ടെത്താനും അത് വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും അതിന്റെ ഉറവിടങ്ങളെയും കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ആ ലഹരി കൊടുത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഡ്രഗ്സ് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നതും തൊപ്പിയാണ്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യണം. NDPS ആക്ട് പ്രകാരം ഷമീറിനെ അടക്കം അറസ്റ്റ് ചെയ്യണം. പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൊപ്പിക്കെതിരെ അവര് വന്നതുകൊണ്ട് മാത്രം തൊപ്പി ഇതൊക്കെ തുറന്നു പറഞ്ഞു. നിങ്ങൾ വീണു, അല്ലെങ്കിൽ ഈ മണ്ടൻ നിങ്ങളെ വീഴിച്ചു, തെളിവ് സഹിതം പിടിയിലാവുകയും ചെയ്തു. ഞാൻ അബദ്ധമൊന്നും പറഞ്ഞില്ല. ഓക്കെ, ബൈ. പോയിട്ട് വരാം.